വീട്ടിൽ ഉള്ളവരെ വിളിച്ചുള്ള സംസാരം ഈ വീട്ടിൽ വേണ്ട എന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞതാണ്. ഷാനവാസിനോട് പറഞ്ഞ കാര്യം ഈ വീട്ടിൽ മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നാണ് ലാലേട്ടൻ ഇപ്പോൾ അനുമോളോടൊക്കെ ചോദിച്ചിരിക്കുന്നത്. അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച നെവിനെതിരെ അത് നിൻ്റെ അമ്മുമ്മയെയും അപ്പൂപ്പനെയും പോയി വിളിച്ചാൽ മതി എന്ന് പല ആവർത്തി അനുമോൾ പറഞ്ഞതാണ് ലാലേട്ടനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. വീട്ടിലുള്ളവരെ വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് തവണ ഞാനത് ഈ വീട്ടിൽ പറഞ്ഞതാണ്. ഷാനവാസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും അനുമോൾ അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത്, ലാലേട്ട പെട്ടെന്ന് എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ അവൻ്റെ അച്ഛനെയും അമ്മയും നല്ലല്ലോ വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, അച്ഛനെയും അമ്മയായാലും അപ്പൂപ്പനും ആയാലും ഇവരെല്ലാവരും വീട്ടിലുള്ള ആൾക്കാരല്ലേ, ഇവരെന്തിനാണ് ഇതിലേക്ക് വലിച്ചിരുന്നത്? ഈ ഒരു ഗെയിമിൽ നിങ്ങൾ കളിക്കാൻ വന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം സംസാരിക്കൂ. അതല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഇതിലേക്ക് വലിച്ചിട്ട് അവരെ പേരുകൾ വലിച്ചിട്ട് അവരെ മോശമായിട്ട് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ അനുമോൾ നൂറയോട് പറയുന്നുണ്ടല്ലോ, ഞാൻ അച്ഛനെയും അമ്മയെന്നല്ല വിളിക്കുന്നത്, അപ്പൂപ്പനും അമ്മയും അത് കുഴപ്പമില്ലെന്നൊക്കെ. അത് കുഴപ്പമില്ലെന്ന് അനുമോൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും? അപ്പോൾ ഒരാളെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇത് വീട്ടിലിരുന്ന് അവർ കാണുന്ന ഷോയാണ്. അപ്പോൾ അവർ എന്ത് വിചാരിക്കും? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ അനുമോൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അനുമോൾ നീ അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സോറി ചോദിക്കുന്നുണ്ട്. ആ സമയത്തുണ്ടായിട്ട് ദേഷ്യത്തിൻ്റെ പേരിൽ വിളിച്ചതാണ്, ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. നെവിനും പറയും, ലാലേട്ടൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ മോശം വാക്കൊന്നുമല്ല. അങ്ങനെ വിളിക്കുന്നതിന് പകരമായിട്ട് അനുമോൾക്ക് വേണമെങ്കിൽ എന്നെയും പല പേരുകൾ വിളിക്കാം. അതല്ലാതെ വീട്ടിലുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് കയറി ചൊറിഞ്ഞത്, ഇറിറ്റേറ്റാക്കിയത് എന്നൊക്കെ നെവിനും പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യം ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് രണ്ടുപേരോടും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ അക്ബറിനോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.